തൃശൂർ ഇരിങ്ങാലക്കുടയിലെ വൈദികനായ ഫാദർ ജോയ് പീനക്കപ്പറമ്പിൽ വേറിട്ട രീതിയിലാണ് ലോകകപ്പ് ആവേശം പങ്കിടുന്നത്. ലോകകപ്പിൽ ഓരോ ഗോളുകൾ വീഴുമ്പോഴും അതിനൊപ്പം ഒരു പ്ലാവിൻ തൈ കൂടി നടാനാണ് ഫാദർ ജോയിയുടെ തീരുമാനം. ഇരിങ്ങാലക്കുടയുടെ പ്ലാവച്ചൻ എന്നുകൂടി പേരുള്ള ഫാദർ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. അമേരിക്കയിലാണ് ലോകകപ്പ്. പക്ഷേ ലോകമെങ്ങും ആവേശം ഒരുപോലാണ്. കളിക്കളത്തിൽ വീഴുന്ന ഗോളുകൾ നമ്മുടെ ആവേശം ഇരട്ടിയാക്കും. ആ ഗോളാരവങ്ങൾ തന്നെയാണ് ഫാദർ ജോയ് പീനിക്കപ്പറമ്പിലിനെയും ആവേശം കൊള്ളിക്കുന്നത്. ഓരോ ഗോളിനും ഓരോ പ്ലാവിൻ തൈകൾ. പ്ലാവച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫാദർ ജോയ് മണ്ണിൽ മരങ്ങൾ നട്ടുകൊണ്ടാണ് ഫുട്ബോൾ ലോകകപ്പിന്റെ ഓരോ നിമിഷവും ആസ്വദിക്കുക. ഇതിനായി ഡെനൻ റെഡ് ജാക്ക് ഫ്രൂട്ട് എന്ന ഇനം ചുവന്ന ചുളയുള്ള ചക്കയുണ്ടാകുന്ന പ്ലാവിന്റെയും കൊളമ്പുമാവിന്റെയും തൈകൾ 1000 എണ്ണം വീതം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഫാദർ. ലോകം ഒരു പന്തിനോളം ചെറുതാകുന്ന സുന്ദരം, അതിന്റെ പിന്നാലെ ഓടി നടക്കുന്ന 410 ഗ്രാം മുതൽ 450 ഗ്രാം തൂക്കമുള്ള ഒരു ബോളിന്റെ പുറകെ ഈ ലോകം മുഴുവൻ പാഞ്ഞു നടക്കുമ്പോൾ നമ്മളിവിടെ പച്ചപ്പിന്റെ കഥകൾ പറയാ. അവിടെ എത്ര ഗോളടിച്ചാലും അവരുടെ പേരുകളിൽ നമ്മുടെ നാട്ടിൽ പ്ലാവും മാവുമായി വളരട്ടെ, ചക്ക തിന്നാനും മാങ്ങ തിന്നാനുമുള്ള അവസരമാണ് ഇതിൽ കൂടെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ക്രൈസ്റ്റ് ആശ്രമ ദേവാലയ പരിസരത്ത് ലോകകപ്പ് കളിക്കുന്ന വിവിധ രാജ്യങ്ങളുടെ പതാകകൾ സഹിതമാണ് വൃക്ഷത്തൈകൾ നടാനായി ഒരുക്കിയിരിക്കുന്നത്. ഒരു ഗോൾ ഒരു മരം എന്ന പേരിൽ 2010 ലോകകപ്പ് മുതൽ ഫാദർ ജോയ് ഈ ആശയം നടപ്പിലാക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ആ ലോകകപ്പിൽ 146 ഗോളുകൾ പിറന്നപ്പോൾ ഒരു ഗോളിന് 10 മരം എന്ന നിലയിൽ 1500ഓളം മരങ്ങളാണ് നട്ടത്. 2014 ബ്രസീലിൽ നടന്ന ലോകകപ്പിൽ 480ഓളം നാട്ടുമാവിൻ തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. 2018 1600ഓളം മാവുകളും 2022 250ഓളം വിയറ്റ്നാം പ്ലാവിൻ തൈകളും ഫാദർ ജോയ് വിതരണം ചെയ്തു. കൃത്യമായ കണക്കുകൾ എടുക്കാനായിട്ടില്ലെങ്കിലും ഇതിനോടകം ഏറ്റവും കുറഞ്ഞത് 28,000 മരങ്ങൾ താൻ വച്ചുപിടിപ്പിച്ചിട്ടുണ്ടെന്ന് ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ പറയുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.